ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം വെമ്പായത്തുള്ള അമ്യൂസ്മെന്റ് പാർക്കിൽ അപകടമുണ്ടായത്. ഹാപ്പി ലാൻഡിൽ റൈഡ് പൊട്ടിവീഴുകയായിരുന്നു. 5 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. റൈഡിൽ 30ഓളം പേരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവധി ദിവസമായതുകൊണ്ട് തന്നെ ആളുകൾ അധികമായി അങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നും മനസ്സിലാക്കുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വലിയ രീതിയിൽ വീഴ്ച പാർക്ക് അധികൃതർക്ക് സംഭവിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. അപകടം ഇവിടെ തുടർക്കഥയായിരുന്നു എന്നുള്ള ആരോപണം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും അപകടത്തിൽപ്പെട്ടവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 5 പേരുടെ നില ഗുരുതരമാണ്. നിലവിൽ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷീജ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇതിനൊരു വിശദീകരണം ലഭ്യമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 5 പേരുടെ നില ഗുരുതരമാണ്. 5 പേർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം വാട്ടർ തീം പാർക്കിലാണ് അപകടം സംഭവിച്ചത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൈഡാണ് പൊട്ടി വീണത്. ഇതിൽ 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നത് ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ആളുകൾ കയറുന്ന ഒരു സംവിധാനമാണ്. അതിൽ മതിയായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് അധികൃതരാണ്. അത് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇത്തരം അവധി ദിവസങ്ങളിൽ ആളുകൾ കൂടുതൽ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അത് മുൻകൂട്ടി കാണേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ അവിടെ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റാനും ഒരു കാലതാമസം എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ അപകട സമയത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷീജ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷീജ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് ഷീജ ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നു. നിലവിൽ 5 പേരുടെ പരിക്ക് ഗുരുതരമാണ്. നമ്മൾ അപകട സമയത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച അവിടെ ഉണ്ടായി എന്നത് വ്യക്തമാണ്. തീർച്ചയായും ആര്യ, ഏതായാലും അവരുടെ ഭാഗത്ത് നിന്നുള്ള സുരക്ഷാ വീഴ്ചയുടെ ഭാഗമായി തന്നെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് നിലവിൽ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഈ അപകടത്തെ തുടർന്ന് പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും അതോടൊപ്പം തന്നെയാണ് ഈ വെമ്പായത്തുള്ള ഹാപ്പി ലാൻഡിന് തൊട്ടടുത്തായിട്ടുള്ള ആശുപത്രിയുണ്ട്, സ്വകാര്യ ആശുപത്രിയുണ്ട്. ആ സ്വകാര്യ ആശുപത്രിയിലും പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരാളുടെ നില മാത്രമാണ് ഗുരുതരം. മറ്റുള്ളവരുടെ നില ഗുരുതരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇവിടെ ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചവർ നാഗർകോവിൽ സ്വദേശികളാണ്. അവർ ഒരു കുടുംബത്തിലുള്ള 5 പേരെയാണ് പരിക്കേറ്റ 5 പേരെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ഒരു സ്ത്രീയുടെ നിലയാണ് നിലവിൽ ഗുരുതരമായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ബാക്കിയുള്ളവർക്ക് നിസ്സാര പരിക്കാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ഏതായാലും അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് ആ രീതിയിൽ തന്നെ ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് അവിടെ വെമ്പായത്ത് ഈ പറയുന്ന വാട്ടർ തീം പാർക്കിൽ, ഹാപ്പി ലാൻഡ് എന്ന് പറയുന്ന വാട്ടർ തീം പാർക്കിൽ അവിടെ പോലീസിൻ്റെതായ പരിശോധനകളും ഒക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഏത് തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഏതായാലും നമുക്കറിയാം വാട്ടർ തീം പാർക്കാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അവധിക്കാലമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവധിക്കാലം അവസാനിക്കാൻ പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ കുടുംബസമേതം ഈ വാട്ടർ തീം പാർക്കുകളിലേക്കൊക്കെ എത്തുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അവിടെ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം അത് ആ സ്ഥാപനത്തിന് തന്നെയാണുള്ളത്, ഹാപ്പി ലാൻഡിന് തന്നെയാണുള്ളത്. അവരുടെ ഉത്തരവാദിത്വമാണ് അവിടെ എത്തുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത്. അപ്പോൾ ഈ റൈഡുകളുടെ സുരക്ഷാ പരിശോധന അത് നടത്തിയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇതിൽ ഇനി കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരക്ഷാ വീഴ്ച അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി ഏതായാലും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആര്യ, ഈ അപകടത്തിൽപ്പെട്ട ആരുടെയും ബന്ധുക്കളുടെയോ അത്തരത്തിലുള്ള ആരുടെയെങ്കിലും പ്രതികരണം ലഭിച്ചിട്ടുണ്ടോ? കാരണം ഈ ആളുകൾ കൂടിയ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഈ അധികൃതർ മുന്നോട്ട് വെച്ചിരുന്നോ?
ഏതായാലും നിലവിലിപ്പോൾ ഒരു ബന്ധുവിൻ്റെ ഇവർ അദ്ദേഹത്തിന് ഒപ്പമുള്ള അദ്ദേഹത്തിൻ്റെ ചേട്ടനും ചേട്ടത്തിയും ആ റൈഡിൽ കയറിയിരുന്നു. അദ്ദേഹം താഴെ നിന്ന് വീഡിയോ എടുക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഓൺ എയർ നൽകാമെന്ന് തോന്നുന്നു. അതിൽ ഈ പറയുന്നത് പോലെ തന്നെ പൊടുന്നനെ ഒരു ശബ്ദത്തോടുകൂടി ഇത് വീഴുകയായിരുന്നു. തുടർന്നവർ എത്രയും വേഗത്തിൽ വീണവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഓൺ എയർ നൽകാമെന്ന് പ്രതീക്ഷിക്കുന്നു. ആര്യ, തീർച്ചയായും ആ പ്രതികരണത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താമെന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് സംഭവിച്ചത്. 5 പേരിൽ ഒരാളുടെ നില ഗുരുതരമെന്നുള്ള വിവരങ്ങളാണ് നിലവിൽ ഏറ്റവും ഒടുവിലായി ഷീജ നൽകുന്നത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപകട സമയത്തുണ്ടായിരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊടുന്നനെ ഈ റൈഡർ പൊട്ടി വീഴുകയായിരുന്നു. ഇതിൽ നിന്ന് ആളുകൾ തെറിച്ചു പോകുന്നതടക്കം ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഷീജ, ഈ പാർക്കിൽ ഇപ്പോഴും പോലീസിന്റെ പരിശോധന നടക്കുകയാണെന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും പോലീസിന്റെ വിശദമായിട്ടുള്ള പരിശോധന നടക്കുക തന്നെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഏത് തരത്തിലുള്ള സുരക്ഷാ വീഴ്ച എന്നത് സംബന്ധിച്ചൊക്കെ അവർക്ക് വിശദമായിട്ടുള്ള പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പോലീസ് ചോദിച്ചറിയുന്നുണ്ട്. ഈ വാട്ടർ തീം പാർക്കിന്റെ അധികൃതരുമായും അവരുടെയും വേർഷൻ എടുത്തുകൊണ്ട് അതിൽ ഏതായാലും തുടർ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നതായിരിക്കും. ഏതായാലും നിലവിൽ ഈ പറയുന്നത് പോലെ തന്നെ അപകടം ഉണ്ടായ ഉടൻ തന്നെ അവിടെ ഈ അപകടത്തിൽപ്പെട്ടവരെ അവിടെ ഈ വാട്ടർ തീം പാർക്കിൽ എത്തിയവരും അവിടെ വാട്ടർ തീം പാർക്കിന്റെ അധികൃതരും ഒക്കെ ചേർന്നുകൊണ്ട് വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവരെ 2 ആശുപത്രികളിലായിട്ടാണ് ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയും അതോടൊപ്പം തന്നെയാണ് ഈ വെമ്പായത്തിന് സമീപത്തായുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലും അവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് മതിയായ ചികിത്സ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. അതിനൊപ്പം തന്നെ പോലീസിൻ്റെതായിട്ടുള്ള നടപടികളിലേക്ക് കൂടി കടന്നിട്ടുണ്ട്. കാരണം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് അവരുടെ ഭാഗത്ത് നിന്നും ഹാപ്പിലാൻഡ് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള തുടർ നടപടികൾ സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ അമ്യൂസ്മെന്റ് പാർക്കിൽ മുമ്പ് ഇത്തരത്തിൽ ഏതെങ്കിലും അപകടങ്ങൾ നടന്നിട്ടുണ്ടോ? അത്തരത്തിൽ അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം നിരവധി ആരോപണങ്ങൾ ഈ നിമിഷങ്ങൾക്കകം തന്നെ ഉയരുന്നുണ്ട്. നാട്ടുകാരുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ കൂടി ഉയരുന്നുണ്ട്. അത്തരത്തിൽ അതിനെ സാധൂകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ മുൻപ് അവിടെ നടന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ തിരക്കേണ്ടിയിരിക്കുന്നു. ആര്യ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ അത്തരത്തിൽ ഒരു അപകടം ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ പക്ഷേ സ്ഥിരീകരണം നമുക്ക് ആവശ്യമാണ്. അത് ഇപ്പോൾ ഏതായാലും കൂടുതൽ വിവരങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു ഔദ്യോഗികമായി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.